ഇത് ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പല വീഡിയോകളിൽ. പക്ഷേ എന്നാലും ഇതിന് വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം B1 B2 വിസ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇൻ്റർവ്യൂ ഡേറ്റ് എല്ലാം കിട്ടി നിങ്ങൾ B1 B2 വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആവശ്യമുള്ളതല്ല, പക്ഷേ ആവശ്യമില്ലെങ്കിൽ നമ്മൾ കരുതുക എന്നുള്ളതാണ്. ഇൻ എനി കേസ് അവിടെ നമുക്കൊരു ചോദ്യം വന്നാൽ വി ക്യാൻ പ്രസന്റ് ദോസ് ഡോക്യുമെന്റ്സ്. അപ്പോൾ സോ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കറണ്ട് പാസ്പോർട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു കറണ്ട് പാസ്പോർട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നിങ്ങൾക്ക് വേണം. അതുകൂടാതെ തന്നെ പഴയ പാസ്പോർട്ട്, എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ ട്രാവൽ ഹിസ്റ്ററി കാണിക്കാൻ, പഴയ വിസ സ്റ്റാമ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പഴയ എക്സ്പയർഡ് പാസ്പോർട്ട് എത്ര ഉണ്ടെങ്കിലും അതും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കയ്യിൽ കരുതണം. പിന്നെ നിങ്ങളുടെ US-ലെ ട്രാവൽ ഐറ്റിനറി, നിങ്ങൾ ടൂറിസ്റ്റ് വിസയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് പോകുന്നു, എന്തിനായാലും നിങ്ങളുടെ ട്രാവൽ പ്ലാൻ എന്ന ഡേറ്റ് മുതൽ എന്ന ഡേറ്റ് വരെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു, എവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഐറ്റിനറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഐറ്റിനറിയുടെ സാമ്പിൾ ഐറ്റിനറി ഞാൻ വേണമെങ്കിൽ ചുമ്മാ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അടുത്തതെന്ന് പറയുമ്പം പ്രൂഫ് ഓഫ് ഫണ്ട്സ് ടു കവർ ദ ട്രാവൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ ട്രാവൽ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടുണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് കരുതുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ പ്രൂഫ് ഓഫ് അസറ്റ്, അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് കരുതാം. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇത് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സിൻ്റെ കാര്യമാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിലുള്ള ലാൻഡ്, കാറ്, നാട്ടിലുള്ള ബിസിനസ്, അങ്ങനെ പലതും വരാം കേട്ടോ. അടുത്തെന്ന് പറയുമ്പം പ്രൂഫ് ഓഫ് സ്ട്രോങ് ടൈസ് ടു ഹോം കൺട്രി. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴോ നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ, അച്ഛനോ അമ്മയോ റിട്ടയറായി, ഭാര്യ ജോലി ചെയ്യുന്നു, കുട്ടികൾ നാട്ടിൽ പഠിക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ തെളിവ്, വൈഫിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ തെളിവ്, വൈഫിൻ്റെ പേ സ്ലിപ്പോ ഓഫർ ലെറ്ററോ എന്തെങ്കിലും കാണിച്ചാൽ മതി. നിങ്ങളുടെ പിന്നെ നാട്ടിലുള്ള ജോലിയുടെ തെളിവുകൾ, നിങ്ങളുടെ നാട്ടിലുള്ള അസറ്റിൻ്റെ തെളിവുകൾ, ഇതെല്ലാം പ്രൂഫ് ഓഫ് ടൈസിൽ വരുന്നതാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ, പാർട്ണർഷിപ്പ് ഡീഡ്, എഗ്രിമെൻറ്റ്, അങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, അത് നാഷണൽ ID എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും കൊണ്ടുപോകുക. ആധാർ കാർഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ആധാർ കാർഡ് കൊണ്ടുപോകുക. ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രൂട്ടിനി ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആധാർ കാർഡ് ചിലപ്പോൾ അവർ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ചരിത്രമില്ല. ബട്ട് ഫോർ എ സേഫർ സൈഡ് ആധാർ കാർഡ് കൂടെ കൊണ്ടുപോകുക. അതായത് നിങ്ങളുടെ ചില എംബസികളിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ മിക്ക എംബസികളുടെ ഇന്ത്യയിൽ നമുക്ക് നമ്മളുടെ VAC, അതായത് നമ്മളുടെ പിന്നെ ബയോമെട്രിക്സ് എടുക്കുന്ന സമയത്ത് അവർ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി എടുക്കും. സോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ബയോമെട്രിക്കിന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോട്ടോ US വിസ റെഗുലേഷൻസ് പ്രകാരമുള്ള 2x2 സൈസിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വിത്തൗട്ട് സ്പെക്സ് ഫോട്ടോഗ്രാഫ് കരുതുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. DS-160 കൺഫർമേഷൻ, അതായത് നിങ്ങളുടെ കൺഫർമേഷൻ പേജ്, 2 പേജുള്ള കൺഫർമേഷൻ ആപ്ലിക്കേഷൻ കിട്ടിയത്. DS-160 ഫുൾ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബട്ട് ഫോർ റെഫറൻസ് നിങ്ങൾ ആ ഫുൾ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തു നിങ്ങളുടെ കയ്യിൽ കാണണം. പിന്നെ വിസ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ്, അത് VFSൻ്റെ റെസീപ്റ്റ് നിങ്ങൾക്ക് ഇമെയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലല്ല, അത് നിങ്ങൾ ആരാണോ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ആ ആളോട് ചോദിച്ച് മാൻഡേറ്ററി ആയിട്ടും വാങ്ങണം. സോ DS-160യുടെ ഫുൾ പേജ് ഉള്ളത്, പിന്നെ നിങ്ങളുടെ വിസ ഫീസ് അടച്ചതിൻ്റെ VFSൻ്റെ റെസീപ്റ്റ്, പിന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ. നിങ്ങൾക്ക് ആരാണോ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ PDF നിങ്ങൾക്ക് തരണം. സോ ഈ 4 ഡോക്യുമെൻറ്റ് മാൻഡേറ്ററി ആണ്. DS-160 കൺഫർമേഷൻ, DS-160 ഫുൾ ഒരു 4-5 പേജോളം വരും. പിന്നെ നിങ്ങൾ വിസ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ്, VFSൻ്റെ 4 അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ. ഇത്രയാണ് നമുക്ക് US ഗവൺമെൻറ് സൈഡിൽ നിന്ന് വരുന്ന ഈ 4 എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ആരെങ്കിലും US-ൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ഫാമിലി ഫ്രണ്ടോ നിങ്ങളുടെ സഹോദരൻ. പിന്നെ ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് കോൺഫറൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈവൻറ്റിനുള്ള ഇൻവിറ്റേഷൻ ആണെങ്കിൽ ഓക്കെ. ബട്ട് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അല്ലാത്ത ആരുടെ ഇൻവിറ്റേഷൻ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അമ്മായിയുടെ മരുമോൻ്റെ ചിറ്റയുടെ മകള്, പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരിയുടെ ഇൻവിറ്റേഷൻ വാലിഡും അല്ല. നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ, നിങ്ങൾ ഡയറക്റ്റ് സിസ്റ്റർ, അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി,
ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ലീഗൽ റിലേഷൻ, നിങ്ങളുടെ വൈഫ്, സൺ ഇൻ ലോ, അങ്ങനെയുള്ള ലീഗൽ റിലേഷൻ ഉള്ളവരുടെ ഇൻവിറ്റേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ആൻഡ് യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ് ടു ദ ഇൻ്റർവ്യൂ ഒഫീഷ്യൽസ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളൊരു ഫോൾഡറിൽ നിങ്ങളുടെ അക്കാദമിക് റെക്കോർഡ്സ്, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്പുകൾ, നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ ജോലി സംബന്ധമായ എല്ലാ രേഖകളും, പഠിച്ചതിനുള്ള SLC ബുക്ക് മുതൽ +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അവിടുത്തെ കാര്യങ്ങൾ, TC ഉണ്ടെങ്കിൽ അത്, എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് ലേബൽ ചെയ്ത് ടാഗ് ചെയ്ത് ഒരു ഫോൾഡറിലാക്കിയിട്ട് കരുതുക. എഡ്യൂക്കേഷൻ ഒരു ഫോൾഡറിൽ, അടുത്ത് എംപ്ലോയ്മെൻറ്റ് ഒരു ഫോൾഡറിൽ, നിങ്ങളുടെ അസറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ഐറ്റിനറി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തൊരു ഫോൾഡറിലാക്കി കരുതുക. ഇതൊന്നും ആവശ്യം വന്നില്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോയേ തീരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പല ആളുകളും അവിടെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നതിന് പ്രൂഫ് വേണം. പിന്നെ കൊണ്ടുപോകേണ്ടാത്ത 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, അവിടുത്തെ ഹോട്ടൽ റിസർവേഷൻ ചെയ്യേണ്ട. കാരണം വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുമെന്നുള്ളൊരു ധാരണ അവിടുത്തെ ഒഫീഷ്യൽസ് ഉണ്ട്. സോ അത് രണ്ടും ഒരിക്കലും ചെയ്യരുത്. സോ ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മസ്റ്റായിട്ട് US വിസ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടത്. അപ്പം US വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യും. കാരണം എല്ലാം ഒന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വരില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അങ്ങനെ എടുത്ത ഒരു ലിസ്റ്റാണ്. അതിലെല്ലാം വന്നില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചേർക്കുക. ഒരുപാട് പേർക്ക് അത് ഉപകാരം ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ലവ് യു ഓൾ.